എന്തൊക്കെ പറഞ്ഞാലും ഇതൊരല്പം കടന്ന കയ്യേറി. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇങ്ങനെയൊന്നും ഒരു സ്ത്രീ പ്രവർത്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. എന്തപ്പോ അദ്ദേഹം ചെയ്തത്? ചുമ്മാ ഏതൊരാണൊരുത്തരും, നമ്മുടെ കേരളത്തിലെ ഏതൊരാണൊരുത്തരും ചെയ്യുന്ന പോലെ ചില്ലറ കമന്റുകളൊക്കെ അടിച്ചു. ഇങ്ങനെ കമന്റ് അടിക്കാത്ത ഏത് ആളുകളാണത്? ഇങ്ങനെ കമന്റ് അടിച്ച ആൾക്കാരൊക്കെ ജയിലടക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജയിലിൽ കൊണ്ട് വില ഒതുക്കം തീരുമോ? വേറെ ജയിലുണ്ടാക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലേ? സുഹൃത്തുക്കളെ, ഇങ്ങനെ അടക്കം രണ്ടാമതൊരു അഭിപ്രായം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഇപ്പോ ഒരു വിഷയത്തിന്റെ മേലെയാണെന്ന് അറിയാം. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് 14 ദിവസത്തേക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ട ഗതികേട് വന്നു. റിമാൻഡ് ചെയ്തിരിക്കുന്നു 14 ദിവസം. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ തന്റെ ജന്മത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല താൻ ഒരിക്കലെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുന്ന കാര്യം ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതാ ഈ ഒരൊറ്റ വിഷയത്തോട് കേട്ട് ഇന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കയറിയ സമയത്തുണ്ടായ ദൃശ്യങ്ങളൊക്കെ വളരെ നാടകീയമാണ്. അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം ഉണ്ടാവുന്നു. കിലോമീറ്ററോളം കേരളം മുഴുവൻ ഓടിയ ഒരു മനുഷ്യന് പെട്ടെന്ന് ദേഹാസ്വസ്ഥം ഉണ്ടാവുന്നു. തളർന്ന് വീഴുന്നു. അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ പറയുന്നു. അദ്ദേഹത്തിന് നാരങ്ങ വെള്ളം കൊടുക്കുന്നു. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. വീണ്ടും 14 ദിവസത്തെ റിമാൻഡ് ഭാഗമായിട്ട് ജാമ്യം കിട്ടാത്ത രീതിയിൽ വീണ്ടും ജയിലിലേക്ക് ആ മനുഷ്യന് പോകേണ്ടി വരുന്നു. നോക്കൂ, ഒരൊറ്റ പെണ്ണിന്റെ കേസിൽ ഹണി റോസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അപാരമായിട്ട് ഹണി റോസ് എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കെതിരെ ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം തന്നെ ഈ ഹണി റോസിനെതിരെയല്ല, ഇങ്ങനെ ഒരുപാട് പേർക്കെതിരെ ഈ ഒരു മഹാനുഭാവൻ ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ് ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതാ ഇന്നത്തോടുകൂടി ഹണി റോസിന് എതിരായിട്ടുള്ള ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ, ഹണി റോസിന്റെ പോസ്റ്റ് താഴെ ഇത്ര ഒന്നും വേണ്ടായിരുന്നു വെനകൊച്ചെ, എന്തു വന്നാലും ഒരു ആണൊരുത്തനല്ലേ, ഒരു ബിസിനസ്സുകാരനല്ലേ, ഒരുപാട് ആളുകളെ സഹായിക്കുന്നത് നന്മമാരല്ലേ, എന്തിനാണ് ആ കൊച്ചെ നീ എന്തിനാ ആ ഒരു മനുഷ്യനെതിരെ ഇങ്ങനൊക്കെ ഒരു കേസ് കൊടുക്കാൻ പോയേ? അദ്ദേഹം മാപ്പ് പറയാമെന്ന് പറഞ്ഞതല്ലേ, ഒന്ന് ആ ഒരു മാപ്പ് സ്വീകരിക്കാമെങ്കിൽ എന്തൊരു നല്ല കാര്യമായിരുന്നു. അദ്ദേഹം മാപ്പും പറഞ്ഞ് ഇറങ്ങി പോകുമായിരുന്നില്ലേ? നിങ്ങൾക്ക് ആ മാപ്പൊന്ന് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേസൊന്ന് പിൻവലിക്കാമായിരുന്നില്ലേ? എന്നിങ്ങനത്തെ തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ അവരിതിന് താഴാം. ഇതെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു മനുഷ്യന്ന് ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ആളുകളുടെ ഈ മനോഭാവങ്ങളൊക്കെ സഡനായിട്ട് ആദ്യ ദിവസം എല്ലാവരും ഹണി റോസിനൊപ്പമായിരുന്നു. നിങ്ങൾ ആ ബോച്ചയുടെ പേരൊന്ന് പറ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ പേര് പറയാതെ ഒരുമാതിരി എഴുത്തൊന്നും എഴുതിയിടല്ലട്ടാ എന്നൊക്കെ കമന്റ് അടിച്ച ആൾക്കാരുണ്ട്. അവർ മുമ്പിലേക്ക് ബോച്ചയുടെ പേര് കൃത്യമായിട്ട് എഴുതിയിട്ട സമയത്ത് കൈയടിച്ച ആൾക്കാരുണ്ട്. ആ കൈയടിച്ച ആൾക്കാരിലെ കേരളം പകുതി പേരിപ്പോ ഹണി റോസിനൊപ്പമാണ്. പകുതി ആണുങ്ങൾ അല്ലെങ്കിൽ മുക്കാഭാഗം ആണുങ്ങൾ ഇപ്പോൾ ബോച്ചയുടെ ഒപ്പമാണ്, ബോബി ചെമ്മണ്ണൂരൊപ്പമാണ്. നോക്കൂ, ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പലപ്പോഴും ഇരയും വേട്ടക്കാരനുമായുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്ത് വേട്ടക്കാരന്റെ ഒപ്പം നിന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വർ പറയുന്ന വർത്തമാനം മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ ശരിയാണല്ലോ, ഇതിലെന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. ഹണി റോസിന്റെ കയ്യിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? ആ ഒരു വസ്ത്രം ഒരല്പം പ്രശ്നമല്ലേ? ആ ഒരു വസ്ത്രം ഇങ്ങനെയൊക്കെ ധരിച്ചത് കൊണ്ടല്ലേ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നേ? ഇങ്ങനെ വസ്ത്രം ധരിക്കാതെ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും പറയേണ്ട ഗതികേടൊന്നും വരുമായിരുന്നില്ലല്ലോ എന്നും വിചാരിക്കുന്ന ആളുകളിലേക്ക് രാഹുൽ ഈശ്വറിന്റെ വർത്തമാനങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യവും. രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുല്, ഹണി റോസിന്റെ പോസ്റ്റ് വലിയ തോതിലാണ് താങ്കൾക്കെതിരെ. താഴമൺ തന്ത്രി കുടുംബമാണ്. ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹണി റോസിനോട് ബഹുമാനമാണ്, ആദരവാണ്. നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവിധ റീച്ചറിന്റെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസിന്റെ വിമർശനം പോലെ തന്നെ ഹണി റോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട്. അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു, സഭ്യതയില്ലാത്തതാണ്, വൾഗർ ആംഗിളിലുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത്. രാഹുൽ പറയുന്നത് അമ്പലത്തിലും പള്ളിയിലും കയറുന്ന ആളുകൾക്ക് ഡ്രസ് കോഡുകളുണ്ട്. അതേപോലെ തന്നെ ഒരു പൊതു ഫംഗ്ഷന് പോകുന്ന ആളുകൾ ആ ഒരു ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു സനാതന ധർമ്മ വിശ്വാസിയാണ്, ഹിന്ദുമത വിശ്വാസമാണ്, തീവ്ര സനാതന ധർമ്മ വിശ്വാസിയായിട്ട് നമ്മുടെ ശബരിമല കാലത്ത് പ്രവർത്തിച്ചൊരു മനുഷ്യരാണ്. എപ്പോഴാണ് ഒരു ഇരയും വേട്ടക്കാരനെ കിട്ടുക, ആ വേട്ടക്കാരനൊപ്പം നിന്നിട്ട് പ്രശസ്തി നേടാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട്, വളരെ ടാക്ടിക്സ് ആയിട്ട് താൻ ഇതിലൊന്നും പെടുന്നില്ല, ഹണി റോസ് എന്റെ നേരെ ഒന്ന് കേസ് എടുക്കണ്ട എന്ന രീതിയിൽ ഹണി റോസിനൊപ്പം നിൽക്കുകയും എന്നാൽ അതേസമയം തന്നെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ഹണി റോസിന് സിനിമ ഇറങ്ങുന്നുണ്ട്, എല്ലാ അഭിനന്ദനങ്ങളും,
എന്നിട്ട് എല്ലാ സ്നേഹവും വെച്ച് പുലർത്തി പറയാണ് നിങ്ങൾ വസ്ത്രം ശരിയല്ല, പൊതുവേദിയിലേക്ക് വരുമ്പോൾ ഈ വസ്ത്രമെല്ലാം നിങ്ങൾ ധരിക്കേണ്ടതെന്നതാണ്. ഇങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെയ്ഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. ഫുള്ള് കേൾക്കണം കേട്ടോ. അതുകൊണ്ട് അമ്പലം, പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട്. ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം. സംസാരത്തിൽ മാന്യതയുള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, ഹണി റോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാനപുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണി റോസിന് സമൂഹ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും. ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് അവരോട് വളരെ ബഹുമാനപുരസരം സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായത്തിൽ ഹണി റോസിന്റെ മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഭക്തനാണ്, ലാലേട്ടന്റെ ആരാധകൻ പോലുമല്ല, ലാലേട്ടൻ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്ഷലി കളേർഡായി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ആരുടെയെങ്കിലും ഒക്കെ വസ്ത്രധാരണത്തിൽ എനിക്കെന്തിനാണ് പുരുകം പോകുന്നത് കടന്നു പോകുന്നുവെന്ന് അഭിലാഷനെങ്കിലും തോന്നിയിട്ടില്ലേ? ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വറെ. വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത്? വേറൊരാളുടെ വസ്ത്രം ധരിക്കുന്നത് സമൂഹത്തിന്റെ ബാധ്യതയല്ല. അതൊക്കെ ഒരാളുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ അവകാശമാണ്, അവരുടെ റൈറ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. അതിന് വേറൊരാൾക്ക് എനിക്കോ രാഹുൽ ഈശ്വറിന്റെ പ്രശ്നമാണ് വരേണ്ടത്. സമൂഹത്തിന്റെ പ്രശ്നവും അക്കാര്യത്തിൽ വരേണ്ടത്. അതൊക്കെ അവരുടെ അവകാശമാണ്, അവരുടെ മാത്രം സ്വയം നിർണയാവകാശമാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരാളുടെ വസ്ത്രധാരണം കണ്ട വേറൊരാൾക്ക് എന്ത് തോന്നാനാണെന്ന് അങ്ങനെ തോന്നുന്നതാണ് പ്രശ്നം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടല്ലോ, അതേപോലെ വസ്ത്രധാരണത്തിന് പരിധിയില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ ഈ പറഞ്ഞ കാര്യം പെടുവോ? ഒബ്സീനിറ്റി ഇല്ലേ? ആർട്ടിക്കിൾ ഈ 19(1)(a) ഡിഗ്നിറ്റി ഓഫ് ലൈഫ് അടക്കം ഫ്രീഡം ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ വരുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ രാഹുൽ ഈശ്വറെ? ഒരു കാര്യം തന്നെയാണ്. ഹണി റോസ് അത്തരം വസ്ത്രം ഇട്ട് വരുന്നുകൊണ്ടാണ് ബോബി ചെമ്മണ്ണന്റെ പോലെയുള്ള അത്തരം ആളുകൾക്ക് ഇങ്ങനൊക്കെ പറയേണ്ട ഗതികേട് ഉണ്ടാവുന്നത്. ഹണി റോസ് സാധാരണ രീതിയിലൊക്കെ വസ്ത്രം ഇട്ട് വരികയാണെങ്കിൽ അവർക്കെതിരെ ആരും ഒന്നും പറയില്ലായിരുന്നു എന്ന ഒരു വാദമാണ് നമ്മുടെ രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത്. ഇതേ വാദം പിന്നീട് ഇതിനു മുമ്പ് നമ്മുടെ അഭിലാഷുമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് വെച്ച സമയത്ത് കൃത്യമായിട്ട് മാതൃഭൂമിയിലെ അഭിലാഷ് അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ടോക്കണേ. മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഭക്തനാണ്, ലാലേട്ടന്റെ ആരാധകൻ പോലുമല്ല, ലാലേട്ടൻ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്ഷലി കളേർഡായി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല എന്ന് ആരുടെയെങ്കിലും ഒക്കെ വസ്ത്രധാരണത്തിൽ എനിക്കെന്തിനാണ് പുരുകം പോകുന്നത് കടന്നു പോകുന്നുവെന്ന് അഭിലാഷനെങ്കിലും തോന്നിയിട്ടില്ലേ? ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വറെ. വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത്? ഇവിടെയും എന്റെ ഒരു വലിയ സംശയം പറഞ്ഞോളട്ടെ. ഇദ്ദേഹം അഭിലാഷിന്റെ പുരുകം പൊങ്ങുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെയും ഈ ഒരു മനുഷ്യ ഉപയോഗിച്ചത് അഭിലാഷിന്റെ പുരുകം എന്ന് തന്നെയാണോ? എന്റെ വലിയ സംശയമാണ്. കാരണം ഡബിൾ മീൻ കൊണ്ട് എങ്ങനെ ഒരു വലിയ കലയെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തില് അഭിലാഷിന്റെ പുരുകം പലപ്പോഴും ഹണി റോസിനെ കണ്ടപ്പോൾ പൊന്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ആ പുരുകം എന്ന് തന്നെയാണെന്ന് കൂടി നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര കൺസേൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ നടന്നു വരുന്നത്, ഈ രീതിയിലൊക്കെ നടന്നു വരുന്നത്, അല്പമെങ്കിലും ഇങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമുണ്ട് എന്നടക്കം ചിന്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. കേട്ടോ, മോൺസ്റ്റർ എന്ന സിനിമയിൽ അവിടെല്ല അഭിലാഷനെങ്കിലും തോന്നിയിട്ടില്ലേ? ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വറെ. വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത്? സമൂഹത്തിന്റെ ബാധ്യതയല്ല. അതൊക്കെ ഒരാളുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ അവകാശമാണ്, അവരുടെ റൈറ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. അതിന് വേറൊരാൾക്ക് എനിക്കോ രാഹുൽ ഈശ്വറിന്റെ പ്രശ്നമാണ് വരേണ്ടത്. സമൂഹത്തിന്റെ പ്രശ്നവും അക്കാര്യത്തിൽ വരേണ്ടത്. അതൊക്കെ അവരുടെ അവകാശമാണ്, അവരുടെ മാത്രം സ്വയം നിർണയാവകാശമാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരാളുടെ വസ്ത്രധാരണം കണ്ട വേറൊരാൾക്ക് എന്ത് തോന്നാനാണെന്ന് അങ്ങനെ തോന്നുന്നതാണ് പ്രശ്നം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടല്ലോ, അതേപോലെ വസ്ത്രധാരണത്തിന് പരിധിയില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ ഈ പറഞ്ഞ കാര്യം പെടുവോ? ഒബ്സീനിറ്റി ഇല്ലേ? ആർട്ടിക്കിൾ ഈ 19(1)(a) ഡിഗ്നിറ്റി ഓഫ് ലൈഫ് അടക്കം ഫ്രീഡം ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ വരുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ രാഹുൽ ഈശ്വറെ? ഒരു കാര്യം എന്തായാലും
രാഹുൽ ഈശ്വറിന്റെ ന്യായീകരണങ്ങൾ അവിടെ നടക്കുന്ന സമയത്തും കേരളത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വാർത്താ ചാനലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ജയ് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഐ ലവ് യു പറയാൻ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മിക്ക ആളുകളും ബോബി ചെമ്മണ്ണൂരിനൊപ്പമാണ്, പകുതി ആളുകൾ നമ്മുടെ ഹണി റോസിനൊപ്പമാണ്. ഞാൻ പറയട്ടെ, ഇത് 2-3 ദിവസം മുന്നോട്ട് പോകും തോറും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കുറയുകയും ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. ഇതായിരിക്കും ഇനി ഭാവി കേരളം കാണാനിരിക്കുക. ഒപ്പം തന്നെ ഹണി റോസ് ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഹണി റോസിന് സോഷ്യൽ മീഡിയ ലിഞ്ചിങ് സംഭവിക്കും. ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയം കൂടി എനിക്ക് തോന്നുന്നത്, ഇനി മുതൽ ഹണി റോസിന് ഇത്തരം ഉദ്ഘാടനങ്ങൾ കുറഞ്ഞു വരും. ഏറ്റവും വൃത്തിയായിട്ട് ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയിട്ട് പൈസ ഉണ്ടായിരിക്കാൻ ഹണി റോസിന്റെ സാമ്പത്തിക നിലയിൽ വലിയ ഇടിവ് വരാൻ ഈ സംഗതികളൊക്കെ കാരണമാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനപ്പുറത്ത് നടക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനും ഇപ്പറയുന്ന പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കേസെല്ലാം കഴിഞ്ഞ് 14 ദിവസത്തെ റിമാൻഡ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സ്വീകരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കര കാണുന്നതിലെ കണ്ട സ്വീകരണങ്ങൾ ഏറ്റവും ഭീകരമായ സ്വീകരണമായിരിക്കും. അത്രയ്ക്ക് അതിഗംഭീരമായ സ്വീകരണം ആ മനുഷ്യന് വേണ്ടി നമ്മുടെ കേരളക്കരയിൽ ആണുങ്ങൾ ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.